ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ പ്രണവം ശ്രീ ആർട്സ്. വിശ്വപ്രസിദ്ധമായ ഗുരുവായൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ 10ാം ഉത്സവമാണ് ഇന്ന്. ഇന്നത്തെ ഉത്സവത്തോടുകൂടി കൊടി ഇറങ്ങുകയാണ്. ഗുരുവായൂർ ഉത്സവം എന്ന് പറയുന്നത് 10 ദിവസമാണ് നീണ്ടു നിൽക്കുന്നത്. ആനയോട്ടത്തോടെ ആരംഭിക്കുന്ന ഉത്സവം കുംഭമാസത്തിലെ പൂയം നാളിലാണ് കൊടിയേറുന്നത്. അവസാന ദിവസം രാത്രി ആറാട്ടോടുകൂടി സമാപിക്കുന്നു. ഉത്സവത്തിന് മുന്നോടിയായി ബ്രഹ്മകലശ ചടങ്ങുകൾ നടത്തുന്നു. കലശം ഉത്സവം കൊടിയേറുന്നതിന് 8 ദിവസം മുമ്പ് ആരംഭിക്കുന്നു. കലശം തുടങ്ങിയാൽ ഉത്സവം കഴിയുന്നതുവരെ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ അമ്പലത്തിൽ പ്രവേശിപ്പിക്കുകയില്ല. ഉത്സവം കൊടിയേറിയാൽ ഉത്സവം കഴിയുന്നതുവരെ തൃപ്പുക ഉണ്ടാകുകയില്ല. ഗുരുവായൂർ ഉത്സവത്തിന് വെടിക്കെട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ഇനി നമുക്ക് ഇന്നത്തെ ആറാട്ട് ദിവസത്തിൻ്റെ, അതായത് 10ാം ദിവസത്തെ വിശേഷങ്ങൾ മനസ്സിലാക്കാം. 10ാം ദിവസം ആറാട്ട്. പള്ളിവേട്ട കഴിഞ്ഞ് ക്ഷീണിച്ച ഭഗവാൻ പിറ്റേ ദിവസം രാവിലെ 6 മണിക്ക് ഉണരുന്നു. ഉഷപൂജയും എതിരേറ്റ പൂജയും ഒഴികെയുള്ള ചടങ്ങുകൾ ആ ദിവസം നടത്താറുണ്ട്. അന്ന് സ്വർണത്തിൽ തീർത്ത ഉത്സവ വിഗ്രഹമാണ് എഴുന്നള്ളത്തിന് ഉപയോഗിക്കുന്നത്. വൈകിട്ട് നഗരപ്രദക്ഷിണം തുടങ്ങുന്നു. പഞ്ചവാദ്യത്തോടു കൂടിയാണ് പ്രദക്ഷിണം നടത്തുന്നത്. പുരാണങ്ങളിലെ നിരവധി സംഭവങ്ങൾ ഇവിടെ നിശ്ചല ദൃശ്യങ്ങളായി പുനർജനിക്കുന്നത് കാണാം. പ്രദക്ഷിണം രുദ്രതീർത്ഥക്കുളത്തിൻ്റെ വടക്ക് ഭാഗത്തെത്തുമ്പോൾ സകല വാദ്യങ്ങളും നിർത്തി അപമൃത്യു അടഞ്ഞ കണ്ടിയൂർ പട്ടത്തെ നമ്പീശൻ്റെ ഓർമ്മ പുതുക്കുന്നു. ഗുരുവായൂരപ്പൻ്റെ പരമഭക്തനായിരുന്ന നമ്പീശൻ പണ്ടൊരു ആറാട്ട് നാളിൽ എഴുന്നള്ളിപ്പിനിടയിലാണ് കുളത്തിൻ്റെ വടക്ക് ഭാഗത്ത് അത്താണിക്കല്ല് നിൽക്കുന്ന സ്ഥലത്ത് വച്ച് കൊല്ലപ്പെട്ടത്. നമ്പീശൻ്റെ അനന്തരാവകാശികൾ വന്ന് സങ്കടം ഇല്ലെന്ന് അറിയിച്ചതിന് ശേഷം എഴുന്നള്ളിപ്പ് തുടരും. അതിനുശേഷം തിടമ്പ് ഭഗവതി അമ്പലത്തിലെ ആറാട്ടുകടവിൽ എത്തിക്കുന്നു. ഇരിങ്ങപ്പുറത്തെ തമ്പുരാൻ്റെ പടിക്കൽ കിട്ടയുടെ അനന്തരാവകാശികൾ ഭക്തജനങ്ങൾക്ക് ഇളനീര് കൊണ്ടുവന്നിട്ടുണ്ടാവും. തന്ത്രിയുടെ നേതൃത്വത്തിൽ എല്ലാ സ്ഥലങ്ങളെയും രുദ്രതീർത്ഥത്തിലേക്ക് ആവാഹിക്കുന്നു. ആറാട്ട് തിടമ്പിൽ മഞ്ഞളും ഇളനീരും കൊണ്ട് അഭിഷേകം നടത്തുന്നു. അതിനുശേഷം രുദ്രതീർത്ഥക്കുളത്തിൽ ഭഗവാന്റെ വിഗ്രഹവുമായി 3 പ്രാവശ്യം തന്ത്രിയും മേൽശാന്തിയും ഓദിക്കന്മാരും കീഴ്ശാന്തിമാരും മുങ്ങുന്നു. ഭഗവാന്റെ ആറാട്ടോടെ പരിപാവനമായ തീർത്ഥത്തിൽ ഭക്തജനങ്ങൾ ആറാടുന്നു. ആറാട്ടിന് ശേഷം ഭഗവതി അമ്പലത്തിൽ ഉച്ചപൂജ. ആറാട്ട് ദിവസം മാത്രമേ ഭഗവാന് ശ്രീലകത്തിന് പുറത്ത് ഉച്ചപൂജ പതിവുള്ളൂ. ആറാട്ട് ദിവസം രാത്രി 11 മണിയോടെയാണ് ഉച്ചപൂജ. അതിനുശേഷം കിഴക്കേ ഗോപുരത്തിലൂടെ അകത്ത് പ്രവേശിച്ച് 11 വട്ടം ഓട്ടപ്രദക്ഷിണം, അവസാനം കൊടിയിറക്കം. ഏവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ജീവിതത്തിൽ ഉടനീളം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊള്ളുന്നു. ഇനിയും അടുത്ത ഒരു ഉത്സവകാലത്തിനായി 1 വർഷത്തെ കാത്തിരിപ്പാണ്. ഈ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും മറ്റൊരു വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ, സീ യു.